വാക്ശുദ്ധിക്ക് വേണ്ടിയിട്ട്. അനുദ്വേജകതാ സത്യ സ്വാധ്യായഹിതകീർത്തനൈഃ സൗഷ്ഠവപ്രിയതാഭ്യാം ച നിയതം വാഗ്വിശുദ്ധ്യതി. അനുദ്വേജകത, മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കലാണ് അനുദ്വേജകത. സത്യസ്വാധ്യായ ഹിതകീർത്തനൈഹി, സത്യം, വേദപാരായണം, ഇഷ്ടമായ കീർത്തനം ഇവയാലും സൗഷ്ഠവപ്രിയതാഭ്യാഞ്ച, സൗഷ്ഠവപ്രിയതകളാലും വാക്ക് നിയതം വിശുദ്ധ്യതി, വാക്ക് എപ്പോഴും വിശുദ്ധമായിട്ട് തീരുന്നു. വാക്കിനെ വിശുദ്ധമാക്കാനായിട്ട് എന്തെല്ലാം ഉപായങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമ്മുടെ ഭാഷയെ, വാക്കിനെ കുറച്ചുകൂടി വിശുദ്ധമാക്കി തീർക്കാം. വിശുദ്ധമാക്കാം എന്ന് പറഞ്ഞാൽ മാധുര്യമുള്ളതാക്കാം, ശുദ്ധമാക്കാം, ക്ലാരിറ്റി ഉള്ളതാക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അനുദ്വേജകത. നിങ്ങൾ വാക്ക് പറയുമ്പോൾ മറ്റുള്ളവരിൽ ഉദ്വേഗം എന്ന് പറഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയാതിരിക്കണം. ഉദ്വേഗം ഉണ്ടാക്കരുത്, അനുദ്വേജകത, വെറുപ്പുണ്ടാക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ വെറുപ്പ് വരുത്താത്ത രീതിയിൽ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചില ആളുകൾ വന്ന് പറയും, ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹം എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അതാണ് ഒന്നാമത്തെ കാരണം. അദ്ദേഹത്തിൻ്റെ വാസനാമണ്ഡലത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു വാസന ഇരിക്കുന്നുണ്ട്. ചിലർ കുത്തുവാക്കുകൾ പറയും. കുത്തുവാക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നോവുണ്ടാക്കാനായിട്ട് ഇൻഡയറക്റ്റ് മീനിങ് നിക്ഷേപിച്ചുകൊണ്ട് പറയും. അത് കേൾക്കുന്ന ആളുടെ കരള് കീറി മുറിക്കുന്നത് പോലെ ആയിരിക്കും അത്. അങ്ങനെ വാക്ക് സംസാരിക്കരുത് ഒരിക്കലും. ദുർവ്യാഖ്യാനം ചെയ്യരുത് വാക്കിനെ ഒരിക്കലും. നമ്മളുടെ ജീവിതത്തിൽ പറയാത്ത കാര്യങ്ങൾ വായിച്ചെടുക്കും ചില ആളുകൾ. അതൊക്കെ നമ്മളുടെ തന്നെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? കുറച്ച് പ്രാക്ടിക്കൽ ടെക്നിക്കുകളാണ് ഗുരു പറയുന്നത്. വാക്കുകൾ വിശുദ്ധമാക്കാനായിട്ട് വാക്ക് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയണം. സത്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ശീലിക്കുക തന്നെ വേണം. ദിവസവും നിങ്ങൾ സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം ചെയ്തവന് മാത്രമാണ് ശുദ്ധമായ വാക്കുകൾ ഉണ്ടാവുകയുള്ളൂ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനികളായ മഹാത്മാക്കളുടെ വചനങ്ങൾ ദിവസവും കുറച്ചു നേരം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉറക്കെ വായിക്കണം. സ്വാധ്യായം എന്നതിൻ്റെ അർത്ഥം അതാണ്. പാരായണം ചെയ്യുക എന്നും കൂടി പറയും. ദിവസവും ഒരു അരമണിക്കൂർ നേരം പാരായണം ചെയ്യണം. അത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ചെയ്യണം. വെറുതെ വായിച്ചാൽ പോരാ, നമുക്ക് കേൾക്കണം. അത് കേൾക്കാവുന്ന ശബ്ദത്തിൽ വായിക്കണം. അതാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അതുകൂടാതെ ഹിതകീർത്തനേഹി, നിങ്ങൾ പ്രിയപ്പെട്ട രീതിയിൽ കീർത്തനങ്ങൾ ചൊല്ലണം. ഇമ്പമായ രീതിയിൽ കീർത്തനങ്ങൾ ചൊല്ലണം ദിവസവും. ഇപ്പോൾ ഗുരുദേവ കീർത്തനങ്ങളെല്ലാം ദിവസവും കുറച്ച് കേൾക്കാവുന്ന ശബ്ദത്തിൽ ചൊല്ലണം. ആ പദങ്ങളിൽ ശ്രദ്ധിക്കണം. അത് എന്നിട്ട് ഉള്ളിലേക്ക് സ്വാംശീകരിക്കണം. സൗഷ്ഠവ പ്രിയതാഭ്യാം, സൗഷ്ഠവം പ്രിയത. സൗഷ്ഠവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളിൽ സൗന്ദര്യം കൊണ്ടുവരണം. സുന്ദരമായ വാക്കുകൾ നിങ്ങൾ ശേഖരിക്കണം. എവിടെയെങ്കിലും സുന്ദരമായ ഒരു പദം കണ്ടാൽ അത് നിങ്ങളുടെ പദകോശത്തിൻ്റെ ഭാഗമാക്കണം. സുന്ദരമായ വസ്തുക്കളിലൂടെ, സുന്ദരമായ വാക്കുകളിലൂടെ സുന്ദരമായ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് കഴിയണം. സൗഷ്ഠവമുള്ള പദകോശം, സൗഷ്ഠവമായ പദകോശം നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് നേരം ഒരു കാര്യം ഒരാളോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതിൽ സൗഷ്ഠവമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ ഡെവലപ്മെൻ്റ് അത്യാവശ്യമാണ്. ഇനി അഞ്ചാമത്തെ പറയുകയാണ്, പ്രിയത വേണം. മറ്റുള്ളവർക്ക് അപ്രിയത ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല.
നമ്മൾ 10 മിനിറ്റ് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ശത്രുവായിട്ട് തീരരുത് ഒരാളുടെ. കാര്യം നിങ്ങൾ സത്യമായിരിക്കും പറയുന്നത്. സത്യം പറയുമ്പോഴും വേറൊരാൾക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. സുഭാഷിതങ്ങളെന്ന ഒരു സാഹിത്യ സഞ്ചയം ഭാരതത്തിലുണ്ട്. സുഭാഷിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഭാഷിതമാണ് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയം പ്രിയം ച നാനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതനഃ. സത്യം ബ്രൂയാത്, സത്യം പറയണം. അതാണ് ഗുരു പറഞ്ഞതുപോലെ ആദ്യത്തെ ഇത് സത്യമായിട്ട് പറയണം. അത് പ്രിയം ബ്രൂയാത്, പ്രിയമായിട്ട് പറയണം. സത്യമായിട്ട് പറയണം, പക്ഷെ പ്രിയമായിട്ട് പറയണം. പ്രിയമായിട്ട് സംസാരിക്കാൻ നമുക്കറിയോ? പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പഠിക്കണം. നെഗറ്റീവായിട്ട് സംസാരിക്കും ചിലർ. സത്യമായിരിക്കും അവർ പറയുന്നത്, പക്ഷെ നെഗറ്റീവായിട്ട് പറയും. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നതും ദോഷമുണ്ടാക്കുന്ന രീതിയിൽ സത്യത്തെ പറയും. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണത്. ന ബ്രൂയാത് സത്യമപ്രിയം, അപ്രിയ സത്യങ്ങൾ ന ബ്രൂയാത്. ഡോണ്ട് സ്പീക്ക് ബിറ്റർ ട്രൂത്ത്. ബിറ്ററായിട്ടുള്ള ട്രൂത്തുകൾ പറയരുത്. സത്യത്തിൽ അപ്രിയമുണ്ടാക്കും, വളരെ തെറ്റ്. അപ്രിയമുണ്ടാക്കുന്ന രീതിയിൽ പറയരുത്. അപ്രിയമുണ്ടാക്കുന്നത് പ്രിയമാകുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കണം. വേറൊരാൾക്ക് ആഘാതം സൃഷ്ടിക്കാത്ത രീതിയിൽ പറയാൻ സത്യമാണത്. സത്യമായ കാര്യങ്ങൾ പ്രിയമായ രീതിയിൽ പറയണം. പ്രിയം ച അനൃതം ബ്രൂയാത്, അസത്യം പ്രിയമായ രൂപത്തിലും പറയരുതെന്നുള്ളതാണ്. പ്രിയമായ രൂപത്തിലും അനൃതം പറയരുത്. അപ്പോൾ എത്ര കാര്യങ്ങൾ ഇതിൽ പറയുന്നത്? ഒന്ന്, സത്യം പറയണം, അത് പ്രിയമായ രീതിയിൽ പറയണം. അപ്രിയമാണെങ്കിലും അപ്രിയ രൂപത്തിൽ പറയരുത്. അനൃതം പ്രിയമായ രൂപത്തിലും പറയരുത്. ഇത്രയും കാര്യങ്ങൾ സുഭാഷിതത്തിൽ പറയുമ്പോൾ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എങ്ങനെ ഒരു വ്യക്തിയുടെ ഭാഷയുടെ മാധുര്യത്തെ വികസിപ്പിച്ചെടുക്കാം. വ്യവഹരിക്കാത്ത ഒരു ലോകം ഇവിടെയില്ല. മനുഷ്യൻ ഉണ്ടായി മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ വ്യവഹാരം ഉണ്ടാകുന്നു. ആ വ്യവഹാരത്തിൽ ഭാഷ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഭാഷയിലൂടെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മെഷർ ചെയ്യുന്നത് പോലും. അയാളുടെ പ്രസൻറ്റേഷൻ, അവതരണം, ഇതെല്ലാം തന്നെ അയാളുടെ ഭാഷയിലൂടെ നടത്തുമ്പോൾ ആ ഭാഷയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ഗുരുവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമ്മൾ സത്യമായിട്ട് സംസാരിക്കണം. മോക്ഷശാസ്ത്രങ്ങൾ ദിവസവും സ്വാധ്യായം ചെയ്യണം. ഹിതകരമായിട്ടുള്ള കീർത്തനങ്ങൾ ചൊല്ലണം. സൗന്ദര്യമുള്ള വാക്കുകൾ പറയണം. പ്രിയത ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കണം. അങ്ങനെ നമ്മുടെ സംഭാഷണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് വാക്കിൻ്റെ ശുദ്ധിയുടെ ഭാഗമാണ്.